സർ, ജി എസ് ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും ഒരുപക്ഷേ ഈ ഓഗസ്റ്റ് 15 ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ധാരാളം റിഫോംസും അതിനോടൊപ്പം തന്നെ എല്ലാ സെക്ടേഴ്സിലും കൺസംഷൻ അടക്കം ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ആവശ്യം അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ജി എസ് ടിയുടെ ഒരു തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും തങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സിമെന്റ് സെക്ടറിലേക്കാണ്. കാരണം സിമെന്റ് സെക്ടറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ, അതായത് ഈ ഒരു പ്രസംഗത്തിന് തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 18 ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. എന്നാൽ അതിന് ആനുപാതികമായിട്ടൊരു കൃത്യമായിട്ടൊരു മൂവ്മെന്റ് സിമെന്റ് ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ നമുക്ക് വേണമെങ്കിൽ ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടർ ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ്. സിമെന്റ് സെക്ടറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു സെക്ടറിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഓഹരികൾ താങ്കളുടെ ഒരു ഫോക്കസിലുണ്ടോ? സിമെന്റ് സെക്ടർ മാത്രമല്ല, ഐ തിങ്ക് എൻറ്റയർ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ആൻസിലറി ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ് ഈ പുതിയ GST നയത്തിൽ നിന്നും ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ നമ്മൾ റിയാലിറ്റി ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ DLF, ഓബറോയ് റിയാലിറ്റി, ഗോദ്രേജ് പ്രോപ്പർട്ടി, പ്രസ്റ്റീജ്, എംബസി മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്സിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷനാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അലൈഡ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഹാവൽസ്, അതല്ലെങ്കിൽ പൈപ്പ് സെക്ടർ, കജാരിയ സെറാമിക്സ് മുതലായ സ്റ്റോക്സ് ഒക്കെ ബെനിഫിറ്റ് ചെയ്യും. ബട്ട് സ്പെസിഫിക്കലി സിമെന്റ് സെക്ടറിലോട്ട് വരുമ്പോഴേക്കും ഇൻഡസ്ട്രിയിലുള്ള ലീഡിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള അൾട്രാടെക് സിമെന്റ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. കറന്റ് ലെവൽസിലും നമുക്കൊരു വാല്യൂ സ്റ്റോക്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 12,500 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രാംകോ സിമെന്റിന്റെ കേസിൽ ജൂലൈ മാസത്തിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം നല്ലൊരു ഹെൽത്തി കറക്ഷനാണ് നടന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് 1120 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം വീണ്ടും ബുള്ളിഷായി മാറും. സ്റ്റാർ സിമെന്റിന്റെ കേസിൽ ഓൾറെഡി സ്റ്റോക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് നേട്ടമാണ് നൽകിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. സോ കറന്റ് ലെവൽസിലെ സ്റ്റാർ സിമെന്റിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇന്ത്യ സിമെന്റിന്റെ കേസിൽ വീണ്ടും ഏപ്രിൽ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ക്ലോസിംഗ് കിട്ടിയത്. സോ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ലെങ്കിലും എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സെക്ടറിൽ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ സ്റ്റോക്ക് ഇസ് ACC. സോ ACCയുടെ കേസിൽ 1780 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ 2 ബുള്ളിഷ് ട്രിഗേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 1890, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1950. ആൻഡ് ഫൈനലി അംബുജ സിമെന്റിന്റെ കേസ് വരുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ബെയറിഷ് ആയി തുടരും.